വാർത്തയിലേക്ക്. വർണ്ണവിവേചനം നേരിട്ടെന്ന വെളിപ്പെടുത്തലുമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. തന്റെയും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിന്റെയും നിറവ്യത്യാസത്തെക്കുറിച്ച് ഒരാൾ നടത്തിയ മോശം പരാമർശത്തെക്കുറിച്ചായിരുന്നു കുറിപ്പ്. ആദ്യം പിൻവലിച്ചെങ്കിലും പിന്നീട് ഫേസ്ബുക്കിലൂടെ വിശദമായ കുറിപ്പ് തന്നെ ചീഫ് സെക്രട്ടറി പോസ്റ്റ് ചെയ്തു. പോസ്റ്റിന് സമൂഹമാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, ശാരദാ മുരളീധരൻ ഇട്ട ഒരു പോസ്റ്റ് കേരളത്തിന്റെ ചില വികൃതമായ മനസ്സിനെ കൂടി വെളിപ്പെടുത്തുന്നതാണ്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു സംവാദത്തിന് ഈ പോസ്റ്റ് ഇടവരുത്തുകയും ചെയ്തു. എന്താണ് ഇതിനുശേഷം ശാരദാ മുരളീധരന്റെ പ്രതികരണം വല്ലതും കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് ലഭിക്കുന്ന വലിയ പിന്തുണ? മാധ്യമങ്ങളിൽ വലിയ പിന്തുണ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ നമ്മുടെ കേരള സമൂഹത്തിലും ഇത്തരത്തിലുള്ള വിവേചനം വലിയ തോതിൽ നിലനിൽക്കുന്നു എന്നുള്ളതും അതും ഇത്തരത്തിൽ ഉന്നത പോസ്റ്റിലിരിക്കുന്നവർക്ക് പോലും അത്തരത്തിലുള്ള അനീതി വിവേചനം നേരിടേണ്ടി വരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിൽ വീണ്ടും ഒന്നുകൂടി ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം, പ്രത്യേകിച്ചും ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തത് മുതൽ ഇതുവരെയായി താൻ ഇത്തരത്തിലുള്ള വിവേചനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു തന്നെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു തന്റെ ഓഫീസിലെത്തിയ വ്യക്തി, ആ വ്യക്തി തന്നെയും തന്റെ ഭർത്താവ്, അതായത് മുൻ ചീഫ് സെക്രട്ടറി വേണുവിന്റെയും ജോലിയെ പോലും കാണുന്നത് നിറവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ രീതിയിലാണ് ഈ ഒരു ശക്തമായിട്ടുള്ള പോസ്റ്റ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇട്ടിരിക്കുന്നത്. ഏതായാലും സമൂഹത്തിന്റെ നാനതുറകളിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.